അധികം മസാലപ്പൊടികളൊന്നും ചേർക്കാതെ തന്നെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറീൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അതിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് കട്ടാക്കിയെടുക്കാം. 2 ഉള്ളി, 2 തക്കാളി, എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം റെഡിയാക്കി വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് വേണ്ട മുട്ടയെല്ലാം ഒന്ന് പുഴുങ്ങി വെക്കാം. ഞാനിവിടെ ഒരു 6 മുട്ട പുഴുങ്ങി വെക്കുന്നുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് നമുക്കതൊന്ന് വെക്കാം. ഇനി നമുക്കിതൊന്ന് മുട്ട ഫ്രൈ ആക്കി വെക്കണം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ മുട്ടയൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. കറി ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെ ഫ്രൈ ആക്കി എടുത്താൽ മതി. മുട്ടയൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ കുറച്ച് ടേസ്റ്റ് ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തയ്യാറാക്കുന്നത്. കുറച്ച് സമയം ഒന്ന് തിരിച്ച് മറിച്ചു വിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആയി വന്നിട്ടാകുമ്പോൾ മുട്ടയൊക്കെ ഒന്ന് കോരി മാറ്റിയെടുക്കാം. ഇനി ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കതിൽ നിന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് വഴറ്റിയെടുത്ത ഉള്ളി തക്കാളിക്ക് വലിയ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അതുകൊണ്ട് ഉള്ളി വലിയ സൈസിൽ കട്ടാക്കി എടുത്താലൊന്നും പ്രശ്നമില്ല. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരോടാണ്, എൻ്റെ ഒരു കുഞ്ഞു ചാനലിൽ ഒരുപാട് റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടിട്ട് എന്നെ സപ്പോർട്ടാക്കണേ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കണ്ട് എൻ്റെ ഒരു കുഞ്ഞു ചാനൽ ഇന്ന് 1000 സബ്സ്ക്രൈബേഴ്സായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഞാനത് ഒരുപാട് താങ്ക്സ് പറയുന്നു. ഇനിയും അങ്ങോട്ട് എന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ആശിക്കുന്നു. ഇനി ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം എടുത്തു കൊടുത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ അരച്ചെടുക്കുമ്പോൾ ഭയങ്കര കുത്തലുണ്ടാകും. ഇനി നമുക്ക് അതെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി എല്ലാം വഴണ്ടി വന്നിട്ടാകുമ്പോൾ നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 5-10 എണ്ണം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഒരു മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ കുരുമുളക് പൊടിച്ച മിക്സിൻ്റെ ജാറായതുകൊണ്ടാണ് അങ്ങനെയായുള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റിയെടുത്ത ഉള്ളി, തക്കാളി അവയെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പം കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. കുറച്ചധികം തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇനി ആദ്യം കൂടി പാത്രം വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് വേറെ പൊടികളൊന്നും നമ്മൾ ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു പൊടിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പില്ലേ, അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കറിക്ക് ആവശ്യത്തിന് വേണ്ട തിക്നെസ്സിൽ നമുക്ക് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ലൂസാക്കി എടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ആവശ്യമാണ്. അപ്പോൾ 1-2 പാൽ അങ്ങനെയൊന്നും എടുക്കണ്ട. ഒരു 1/2 കപ്പ് തേങ്ങ നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം അരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ പാലെടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നോക്കിയിട്ട് എത്രയാണ് തിക്നെസ് എല്ലാം കറക്റ്റാണോ എന്നൊക്കെ നോക്കുക. ഉപ്പൊക്കെ ആവശ്യത്തിന് വേണ്ടുന്നത് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയം ഗരം മസാല പൗഡറും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. ഇനി നമുക്ക് അതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വേണ്ട മല്ലിയിലയും കൂടി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ചപ്പാത്തിൻ്റെ കൂടെയും പത്തിലിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ പോകുന്ന ഒരു അടിപൊളി മുട്ടക്കറീൻ്റെ റെസിപ്പിയാണിത്. അധികം മസാലപ്പൊടിയും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് വേഗത്തിൽ തന്നെ തയ്യാറാക്കാനും കഴിയും. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും മുട്ടക്കറി വെക്കുമ്പോൾ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. തേങ്ങാപ്പാലിന് പകരം ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി സെർവ് ചെയ്യാം. ഈ ഒരു രീതിയിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് ഞാൻ ഇനിയും വരാം. അതുവരേക്കും ബൈ.